പലപ്പോഴും കേൾക്കാറുള്ളത് എന്താണ്? ഇടനിലക്കാർ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതല്ലേ? എന്നാൽ ഒരു നല്ല വാർത്ത, ഒരു നല്ല കാഴ്ച പങ്കുവയ്ക്കാം. ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി കാർഷിക വിളകളുടെ പണം കർഷകരിലേക്ക് നേരിട്ടെത്തിക്കാൻ സംഭരണ കേന്ദ്രം ആരംഭിച്ചിരിക്കുകയാണ് പത്തനംതിട്ട അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന മുളക് ഉപയോഗിച്ച് അരുവാപ്പുലം മുളകുപൊടി എന്ന പേരിൽ ഉൽപ്പന്നവും ഇവിടെ ഉണ്ടാക്കുന്നു. തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എന്ത് കാർഷിക വിളകൾ വേണമെങ്കിലും ആകട്ടെ, അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിലെ കാർഷിക ഉൽപ്പന്ന സംഭരണ കേന്ദ്രത്തിൽ ആ കാർഷിക വിളകൾ എടുക്കും. ഇടനിലക്കാരെ ഒഴിവാക്കി തങ്ങൾ മണ്ണിൽ വിയർപ്പൊഴുക്കിയതിന്റെ പ്രതിഫലം കർഷകർക്ക് ലഭിക്കും. കർഷകർ ഇവിടെ എത്തിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാനും നല്ല തിരക്കാണ്. കർഷകന് പെട്ടെന്ന് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോകാം, അന്നേരം അവൻ്റെ പൈസ കിട്ടുന്നു. കാരണം ഇതിന് ഏജന്റ് ഇല്ലാത്തത് കൊണ്ട് ഏജന്റിന് കൊടുക്കുന്ന പൈസ ഇവിടെ കർഷകന് കിട്ടുന്നു. ഇത് ഞങ്ങൾ കുറേശ്ശെ വേണ്ടിയവർക്ക് കുറേശ്ശെ, മൊത്തത്തിൽ വേണ്ടിയവർക്ക് മൊത്തത്തിൽ അപ്പോഴേ ഇവിടെ സെയിലായി പോകുന്നു. വാഴക്കുല, കപ്പ, കാച്ചിൽ, ചേമ്പ്, ചേന എല്ലാം കർഷകർ ഇവിടെ എത്തിക്കുന്നു. കാച്ചിൽ, ചേന, ചേമ്പ്, തേങ്ങ, വാഴക്കുല ഇപ്പോൾ 90 രൂപ കൊണ്ട് വെളിയിൽ വാഴക്കുല, ഇവിടെ 80 കൊടുക്കും. ഗ്രാമപഞ്ചായത്തിലെ കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന മുളക് ഉപയോഗിച്ച് അരുവാപ്പുലം ചില്ലീസ് എന്ന പേരിൽ മുളക് പൊടിയും ഇവിടെ ലഭ്യമാണ്. ചക്കക്കുരു, ചക്കപ്പൊടി, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എല്ലാം ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. അധികകാലം ഇരിക്കത്തില്ല, അതിൻ്റെ അകത്ത് മറ്റ് ചേരുവകളൊന്നും ചേർത്തിട്ടില്ല. ഡയറക്റ്റ് കർഷകരിൽ നിന്ന് എടുത്ത് പൊടിച്ച് പൊടിയാക്കി കൊടുക്കും. സമീപഭാവിയിൽ ഗ്രാമപഞ്ചായത്തിൽ കാർഷിക വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ മറിയം റോയ് പറഞ്ഞു. നമുക്കിപ്പോൾ ഒരുപാട് ആവശ്യക്കാർ വരുന്നുണ്ട്, അവിടെ സൗകര്യങ്ങൾ കുറവാണ്. കുറച്ചുകൂടെ വലിയ ഒരു സംവിധാനം നമുക്ക് വേണം. പ്രത്യേകിച്ച് കൃഷി ഡിപ്പാർട്ട്മെന്റ് നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയൊരു സ്ഥലം കണ്ടെത്തി കുറച്ചുകൂടി സൗകര്യത്തിൽ നല്ലൊരിടത്തേക്ക് മാറണം എന്നാണ്. ഒരുപാട് കർഷകർ പിന്തുണ അറിയിക്കുന്നുണ്ട്. അവരും ആവശ്യം മുന്നോട്ട് വെക്കുന്നു. കൂടുതൽ പ്രോഡക്റ്റുകൾ എത്തിക്കാൻ തയ്യാറായിട്ട് വരുന്നുണ്ട്. തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾക്ക് ന്യായമായ വില സംഭരണ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നതിനാൽ കർഷകരും ഉത്സാഹത്തിലാണ്. മായമില്ലാത്ത കാർഷിക വിളകളും മറ്റുൽപ്പന്നങ്ങളും ലഭിക്കുമെന്ന ആശ്വാസം ഉപഭോക്താക്കൾക്കും. റിപ്പോർട്ടർ, പത്തനംതിട്ട.